ഹായ് ഹലോ. ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ എടുത്തിട്ടെന്ന് കുറേ ആയില്ലേ? കാരണം ഇന്ന് നാട്ടിലാണല്ലോ, നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചക്ക നിറയെ കിട്ടി. അപ്പം ചക്കക്കാലമാണല്ലോ, അപ്പം ചക്കേൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാം. വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ചക്കേൻ്റെ ഇത് ചെയ്തിട്ട്, പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. ആദ്യം ചെയ്യുന്നത് ചക്ക വരട്ടി. ചക്ക വരട്ടി ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നെയ്യും ശർക്കരയും കൂടെ ഇട്ടിട്ട് നന്നായി വരട്ടി 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 ഇതാക്കണം. ഇതിങ്ങനെയാക്കി. ഇനി അടുത്ത ഐറ്റം ചക്ക പുഴുക്കുണ്ടാക്കി. ഉച്ചയ്ക്ക് ചക്ക പുഴുക്കായിരുന്നു. ഇനി മൂന്നാമത്തെ ഐറ്റം ചക്ക വറക്കാൻ പോകണം. അപ്പോൾ ചക്ക വറക്കാൻ പോകുന്നത് എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ചക്ക വറുക്കാൻ പോവാണ്. ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ചക്ക വറുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, ഇപ്പോൾ ചക്ക വറുത്തുകൊണ്ടിരിക്കുന്നു. നന്നാവുമെന്ന് അറിയില്ലായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചക്ക വറുക്കുന്നത്. അപ്പം ഭയങ്കര ചൂടും കാര്യങ്ങളുമാണ് നാട്ടിൽ. ചക്ക വറുത്ത് കുറച്ച് വറുത്ത് എടുത്ത് വെച്ചു. നന്നായി സാമ്പിളൊന്ന് നോക്കിയതാണ്. ഇങ്ങനെ വറന്നു വന്നിട്ടുണ്ട്. ഇത് ചക്ക വരട്ടിയത്, ഇനി ചക്ക ഫ്രൈ, ചക്ക ചിപ്സ്. അപ്പം ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലൈവായിട്ടൊന്നും കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ഒഴിച്ചിലിനൊക്കെ പോയി, പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി. അങ്ങനെ കുറച്ച് സമയം ആദ്യമായിട്ട് ആണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്ന് നിൽക്കാൻ, എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിട്ട് നിൽക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് വരുന്നത്. 2 ദിവസമായിട്ടിലേക്ക്. ഇന്നലെ ഗുരുവായൂർ പോയി. അങ്ങനെ ഇന്നലെ ഫുൾ ഡേ പോയി. ഇനി ആകെ 2-3 ദിവസമേ ഉള്ളൂ ഞാൻ തിരിച്ചു പോവാൻ. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരും വണങ്ങിയിട്ടാണ് ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോയത്. എന്തായാലും നന്നാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെയ്യ് ഒഴിച്ചതാ. ഈ നെയ്യ് പോരാട്ടോ, ഈ നെയ്യ് ഒഴിക്കണം. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒഴിക്കലാണ്. അങ്ങനെ വഴട്ടി 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 അടുപ്പത്തുനിന്ന് വിട്ട് ഉരുണ്ട് വരും. ഈ ശർക്കര ഇതിലിട്ടിട്ടില്ല, ശർക്കര ഇടണം. ഇനി കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിക്കണം. കുറച്ച് നിറയെ നെയ്യ് ഒഴിക്കണം. അപ്പോഴാണ് ഇത് അടുപ്പത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് ഉരുണ്ട് അലുവ മാതിരി വരും. അപ്പോഴാണ് അപ്പോൾ ഇത് വർഷങ്ങളോളം വെച്ചാലും ഒന്നും ആവില്ല. ഓക്കെ, ഇതായിക്കൊണ്ടിരിക്കുന്നു. ചക്ക വരണ്ടുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് റെസ്റ്റ് വേണ്ടതാണ്, കുഴപ്പമില്ല. ഇതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചക്ക പകുതി വറുത്തു. ഒരു ട്രിപ്പ് കഴിച്ചു. ഓക്കെ, എല്ലാവരും പറയും എനിക്ക് പണിയൊന്നും അറിയില്ല, കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ, എന്നാണ്ട് മേലനങ്ങി പണിയില്ല എന്നൊക്കെ ചിലർ എന്നെ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത്തരം പണികളൊന്നും എല്ലാവരും ചെയ്യാൻ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെയാണെങ്കിൽ അമ്മായിമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം നമുക്ക് സാഹചര്യം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഇത്തരം പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുറിച്ച് വെച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് വറുത്ത് നോക്കിയാലോ ഒന്ന്. അങ്ങനെ വറുത്ത് നോക്കിയതാണ്. എന്തായാലും സക്സസ് ആയി. ചക്ക വറുക്കലും ഉറ്റുന്നതാ. ചക്ക വറുക്കലും ചക്ക വരട്ടലും എല്ലാം കൂടെ ആയപ്പോഴേക്കും ഞാനിങ്ങനെയായി വേറത്ത് കുളിച്ച് ചുറ്റുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെയ്തല്ലോ. എല്ലാവരും പറയാറുണ്ട് എനിക്ക് ഒന്നും അറിയില്ല, വെറുതെ ഒരു ഭാര്യ, അല്ലെങ്കിൽ വെറുതെ ഒരു മകൾ, അല്ലെങ്കിൽ വെറുതെ ഒരു മരുമകൾ, വെറുതെ അമ്മ എന്ന് പറയാറില്ല എൻ്റെ മക്കൾ. അത് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മുടെ സക്സസ്സായി ചക്കയൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ചക്ക വരട്ടിയതിൽ കുറച്ച് ഞാൻ ശർക്കരയും കൂടെ ഇട്ടാൽ മതി. നെയ്യ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ വേണമെങ്കിൽ നെയ്യ് ഇടാം.
ചക്ക ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ശർക്കര ഇട്ടാൽ മതി. എന്നാൽ കാലങ്ങളോളം അത് നിന്നോളും. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി ഇത് കഴിക്കുമ്പം എൻ്റെ ഭർത്താവിനോടും ചോദിക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്കപ്പോൾ കാണാം. ഓക്കെ, ഇതാണ് ചക്ക വറുത്തതിന് ശേഷമുള്ള ഞാൻ ഇതൊന്ന് ഇരുന്ന് കുടിക്കാൻ വിചാരിച്ചു. ഇതാ ചക്ക ചിപ്സ്, ചായ, അട ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞങ്ങളെ വീട്. കണ്ടോ മാങ്ങ, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പുറത്തുനിന്നിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. മാങ്ങ, ഇതാണ് ഞങ്ങളെ വീട്. ഇതാ മാങ്ങ. ഇത് ഞങ്ങൾ തറവാട്. മുരിങ്ങമരമൊക്കെ ഉണ്ട്. അപ്പുറത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഹസ്ബൻഡ് ചായ കുടിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ ചിപ്സ് എങ്ങനെയുണ്ട്? അസലായിട്ട് ചക്ക നന്നായിട്ട് വറുത്തുണ്ട്. നല്ല ടേസ്റ്റി, ഗുഡ്. ആദ്യമായിട്ട് വറുത്താണേ. നല്ലതൊന്നും പറയും വിചാരിച്ചില്ല. എന്തായാലും നല്ലതാണ് പറഞ്ഞത്, കുഴപ്പമില്ല. എന്താ വാഴയൊക്കെ കൊലച്ച് കഴിഞ്ഞു. മുരിങ്ങ മരം, കപ്പയൊക്കെ ആയിക്കഴിഞ്ഞു. കപ്പയൊക്കെ പറിച്ചു. കുറേ മരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിവിടെ താമസം കുറവായത് കാരണം എല്ലാം ഉണങ്ങിപ്പോയി. എൻ്റെ ഫാഷൻ ഫ്രൂട്ടൊക്കെ അത് ഉണങ്ങി, വള്ളികളൊക്കെ. കണ്ടോ മാങ്ങ. ആൾ ചായ കുടിക്കുന്നു. ഓക്കെ, എന്നാൽ ഞാനും ഇനി ചായ കുടിക്കട്ടെ. ബായ്.